5 പട്ടാണി പയറുകൾ. ചില കാലങ്ങൾക്ക് മുൻപ് പട്ടാണി ചെടിയിൽ 5 പട്ടാണി പയറുകൾ ജീവിച്ചിരുന്നു. ഓരോന്നും ഓരോ വിധത്തിലായിരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് ജീവിച്ചു. പക്ഷെ അതിന്റെ പീപോട്ട് മൂടിയിരുന്നു. സൂര്യന്റെ പ്രകാശം സഹിക്കുവാനുള്ള ശക്തി അതിനില്ലായിരുന്നു. അവ എപ്പോഴും ഉറങ്ങിക്കൊണ്ടേയിരുന്നു. പക്ഷേ രാത്രികാലങ്ങളിൽ അവരെല്ലാവരും ഒരുമിച്ച് സംസാരിച്ച് നല്ല പാട്ടുകൾ കേട്ടുകൊണ്ടേയിരുന്നു. പ്രധാനമായും ചന്ദ്രന്റെ പാട്ടുകൾ. ചന്ദ്രൻ വന്നയുടൻ സിൽവർ സ്ട്രിങ്സിലൂടെ മ്യൂസിക് വായിച്ചുകൊണ്ടേയിരിക്കും. ഹാർപ്പ് വായിച്ചുകൊണ്ട് മനോഹരമായ പട്ടാണി പയറുകൾക്ക് വേണ്ടി പാടും. പൗർണമി ദിവസങ്ങളിൽ ഡ്രംസ് വായിക്കുകയും ചെയ്യും. ചന്ദ്രന്റെ ഡ്രംസ് വായനയുടെ ഭയങ്കര ശബ്ദം കേട്ട് പട്ടാണി പയറുകൾ എല്ലാവരും ഉണർന്നു. പക്ഷെ ഓരോ പട്ടാണിയും ചന്ദ്രന്റെ മ്യൂസിക്കിന് ഓരോരോ റിയാക്ഷൻസ് നൽകി. എനിക്ക് ഡ്രംസിന്റെ ശബ്ദം വളരെ ഇഷ്ടമായി. ബൂം ബൂം ബൂം. ഈ മ്യൂസിക് എനിക്ക് വളരെ ഇഷ്ടമായി. ആ ശബ്ദം എനിക്കും ഇഷ്ടമാണ്. അതാണ് എന്നെ ഡാൻസ് ചെയ്യിപ്പിക്കുന്നത്. ആ ഹാർപ്പ് നല്ലോണം വായിക്കുന്നുണ്ട്. അതിസുന്ദരമായിരിക്കുന്നു. വളരെ മെലോഡിയസ് ആണ്. ഓ, ഒന്ന് സമാധാനമായി ഇരുന്നുകൂടെ? മ്യൂസിക് ഒന്നും വേണ്ട. എനിക്ക് ഒരുപാട് ഉറങ്ങാനാണ് ഇഷ്ടം. നിങ്ങളും എന്നെ പോലെ ഉറങ്ങാൻ ട്രൈ ചെയ്തോളൂ. 4ാമത്തെ പട്ടാണി ഒരു കുഴിമടിയനായിരുന്നു. എപ്പോഴും ഉറക്കത്തിൽ തന്നെ ആയിരിക്കും. 5ാമത്തെ ഏറ്റവും ചെറിയ പട്ടാണി മറ്റെല്ലാവരെക്കാളും വളരെ വ്യത്യസ്തനായിരുന്നു. എനിക്ക് എല്ലാ മ്യൂസിക്കും വളരെ ഇഷ്ടമാണ്. കാസ്റ്റനറ്റ്സ്, ഡ്രംസ്, ഹാർപ്പ് എല്ലാം ഓരോന്നും വളരെ സ്പെഷ്യലാ. അത് കേൾക്കുമ്പോ എനിക്ക് എന്തൊരു സന്തോഷാന്നറിയോ. ദിവസം ചെല്ലും തോറും പട്ടാണികളെല്ലാം വളർന്നുകൊണ്ടേയിരുന്നു. അവരുടെ വളർച്ച അവർക്ക് മനസ്സിലായതേ ഇല്ല. ഇപ്പൊ അതിന്റെ പോഡ് അവർക്ക് വളരെ ചെറുതായതുപോലെ തോന്നി. ഒന്ന് മാറിപ്പോകുന്നുണ്ടോ? എനിക്ക് അനങ്ങാൻ പോലും സ്ഥലമില്ലാതിരിക്കുക. എനിക്കിവിടെ സ്ഥലമില്ല. ഒന്ന് നീങ്ങി കിടക്കൂ. ഈ പോഡിലിരിക്കുന്നത് വളരെ കഷ്ടമായ കാര്യമായി മാറിയിരിക്കുക. അതെ, എനിക്കും സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. പ്ലീസ്, എനിക്ക് ഉറങ്ങാൻ കുറച്ച് സ്ഥലം തരൂ. ഉള്ളതിൽ ഞാനാ ചെറുത്. പക്ഷെ എനിക്ക് പോലും അനങ്ങാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ? ഓരോരുത്തരും പരാതി പറയാൻ തുടങ്ങി. നീങ്ങിയിരിക്കാൻ പറഞ്ഞു തുടങ്ങി. പൊടുന്നനെ ആ പീ പോഡ് പൊട്ടിച്ചിതറാൻ തുടങ്ങി. അപ്പോൾ സൂര്യന്റെ പ്രകാശം അകത്തേക്ക് കടന്നു. അയ്യോ, ഇതാരാ ഈ പോഡ് തുറന്നു വെച്ചിരിക്കുന്നേ? ഇത് വളരെ ശല്യമായിരിക്കുന്നു. എന്താ എല്ലാവരും എന്നെ ഉറങ്ങാൻ സമ്മതിക്കാത്തത്? നിങ്ങൾ അതൊന്ന് അടച്ചു വെക്കുന്നുണ്ടോ? പ്ലീസ്, എനിക്ക് എന്റെ കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല. അതിനൊന്നും ചാൻസ് ഇല്ല. പ്രകൃതി തന്നെ അത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ പോഡ് പൊട്ടി. ഞാനിപ്പോ വലിയ സന്തോഷത്തിലാ. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സൂര്യപ്രകാശം സഹിക്കുവാൻ അവർ ശീലിച്ചു. അപ്പോഴൊരു ഡിസ്കഷനും തുടങ്ങി. നമുക്ക് നല്ല ചാൻസ് കിട്ടിയിരിക്കുക. ഏത് തരം ചാൻസ് ആണെന്നാ നീ പറയുന്നേ? പുറത്തേക്ക് പോയേ ലോകമൊക്കെ ഒന്ന് കാണാനുള്ള ചാൻസ് കിട്ടിയിരിക്കുക. അത് ശരിയാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അത് നമുക്ക് ആപത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. പറ്റും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ എന്തിനാ നമ്മൾ ഉള്ള സമയമൊക്കെ വേസ്റ്റ് ചെയ്യുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തെ. ലോകം മുഴുവനൊക്കെ ഒന്ന് കറങ്ങി എനിക്ക് എല്ലാ കളേഴ്സും ഒന്ന് കാണണം. പോഡിൽ നിന്നൊന്ന് പുറത്തിറങ്ങി എനിക്ക് പുറം ലോകം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്തോളൂ. എനിക്ക് ഉറങ്ങാനാണ് ഇഷ്ടം. ഞാൻ ഉറങ്ങാൻ പോവുകയാ. നമ്മൾ ഈ ചാൻസ് മിസ് ചെയ്യണ്ട. ഇവിടുന്ന് പുറത്തു പോകുന്നത് നല്ല ഐഡിയ ആണോ? കുറെ കാലം കൊണ്ട് നമ്മൾ ഇവിടെ തന്നെയല്ലേ ഇരിക്കുന്നത്. പുറം ലോകം എങ്ങനെയുണ്ടെന്ന് നമുക്കാർക്കും അറിയില്ലല്ലോ. നമുക്ക് കിട്ടിയ സമയം നമുക്ക് നല്ലോണം അങ്ങ് എൻജോയ് ചെയ്യാം. ഈ ചെറിയ പോഡിൽ നിന്ന് നമ്മൾ ഇപ്പോൾ സ്വതന്ത്രമായിരിക്കുകയാണ്. കുറച്ചു സമയം അവർ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം പീപോഡിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ തീരുമാനിച്ചു. ഇതൊരു സാഹസികതയായി കരുതി അതിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ തീരുമാനിച്ചു. ഓരോരുത്തരായി പീപോഡിൽ നിന്ന് പുറത്തേക്ക് ചാടി. ഒന്ന് നല്ലോണം പിടിച്ചോണം കേട്ടോ. നമ്മൾ എവിടേക്കാണോ പോകുന്നത്? സൂക്ഷിച്ച്. പറ്റുമെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചു കാണിക്കേ. എനിക്ക് എവിടെയെങ്കിലും ഉറങ്ങാൻ വേണ്ടി നല്ല സ്ഥലം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അല്ല, നിങ്ങൾ എല്ലാരും ഇത് എങ്ങോട്ടാ പോയത്? എന്നെ തനിച്ചാക്കി പോകല്ലേ. ഞാനങ്ങ് സ്ലിപ്പ് ആവുമെന്നാ തോന്നുന്നേ. അവരെല്ലാവരും പീ പാച്ചിൽ ലാൻഡായി. ആദ്യമായി ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് അവരെല്ലാവരും ഒരുപാട് സന്തോഷിച്ചു. ഈ സ്ഥലം അടിപൊളിയായിട്ടുണ്ട്. അതെ അതെ, എനിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു.
നമ്മള് പാടിൽ നിന്ന് പുറത്തു വന്നത് വളരെ നല്ല കാര്യമായിട്ടോ. എനിക്ക് വല്ലാതെ ഉറക്കം വരുന്നുണ്ട്. നല്ല സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ എന്നോട്. ഇത് കണ്ടോ, നമ്മളിപ്പോ തറയിലല്ല, അങ്ങ് ഉയരത്തിലുള്ള ഒരു ബ്രാഞ്ചിലായിരിക്കുന്നത്. അവര് കണ്ട പുതിയ ലോകത്തെക്കുറിച്ച് അവര് സംസാരിക്കാൻ തുടങ്ങി. ആ വഴിയിലൂടെ പോയ പയ്യനെ അവര് കണ്ടു. ഓഹോ, എന്റെ സ്ലിംഗ് ഷോട്ടിന് ഈ പീസ് വളരെ നന്നായിട്ടുണ്ടാവും. വേഗം ഇത് എടുത്തിട്ട് പോവാം. ആ പയ്യൻ എല്ലാം ഓരോന്നായി എടുക്കാൻ തുടങ്ങി. ആദ്യത്തെ പട്ടാണി വളരെ ദൂരേക്ക് പറന്നു. മറ്റുള്ള പട്ടാണിക്ക് അതിനെ കാണാൻ പോലും സാധിച്ചില്ല. അയ്യോ, ഞാനാ ചത്തു പോകുന്നാ തോന്നുന്നേ. അതിനുശേഷം അവൻ രണ്ടാമത്തെ പട്ടാണിയെയും പറപ്പിച്ചു. സ്ലിംഗ് ഷോട്ടിലൂടെ 3, 4 പറപ്പിച്ചു. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ, ഞാൻ എവിടേക്കാ പോകുന്നെന്ന് എനിക്ക് അറിയുന്നില്ല. ഇവൻ എന്തിനാ അവന്റെ സന്തോഷത്തിന് വേണ്ടി എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നേ? ഉറങ്ങാൻ പറ്റിയ സ്ഥലത്തേക്കാണ് വീഴുന്നെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. അവസാനമായി ആ ചെറിയ പട്ടാണിയെയും പറപ്പിച്ചു. മേഘങ്ങൾക്ക് നടുവിൽ ഞാനൊരു ബട്ടർഫ്ലൈയെ പോലെ പറന്നു നീങ്ങുകയാണ്. വളരെ സന്തോഷമുണ്ട്. എന്റെ ജീവിതം നന്നായിരിക്കാനുള്ള സ്ഥലത്തേക്ക് എന്നെ വിളിച്ചോണ്ട് പോയേക്ക് പ്ലീസ്. ആ ചെറിയ പട്ടാണി ഒരു ജനലിന്റെ അടുത്ത് പോയി വീണു. ഓ, നല്ല കാര്യം, ഞാൻ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. ജനലിലൂടെ എത്തിനോക്കി. ആ വീട്ടിൽ ഒരു പെൺകുട്ടി ഉറങ്ങുകയായിരുന്നു. ആ പെൺകുട്ടിക്ക് സുഖമില്ലാതെ തുടർന്ന് ചുമച്ചുകൊണ്ടേയിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി അമ്മ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചെങ്കിലും ഈ സൂപ്പ് കുടിമോളെ, അപ്പോഴല്ലേ നിന്റെ അസുഖം സഹിക്കാനുള്ള ശക്തി കിട്ടത്തുള്ളൂ. സോറി അമ്മേ, എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നീ ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്നാ നിനക്ക് എങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും? അമ്മ അവൾക്ക് ഭക്ഷണം നൽകുന്നത് ആ പട്ടാണി ശ്രദ്ധിച്ചു. പക്ഷെ ആ കുട്ടിയെ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല. അവളെ ഓർത്ത് അവളുടെ അമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി പെൺകുട്ടി ഉറങ്ങിയതിനു ശേഷം അവളുടെ അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്റെ ദൈവമേ, എന്റെ മോളുടെ അസുഖം മാറാൻ നീ സഹായിക്കണേ. അവൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നെ കൊണ്ട് കാണാൻ പറ്റുന്നില്ല. അവളുടെ അസുഖം എല്ലാം മാറ്റിക്കൊടു പ്ലീസ്. എന്റെ മോളുടെ അസുഖം മാറാൻ വേണ്ടിയാണ് ഞാൻ നിന്നോട് ഇങ്ങനെ കരഞ്ഞപേക്ഷിക്കുന്നത്. അമ്മയെയും പെൺകുട്ടിയെയും ഓർത്ത് ആ ചെറിയ പട്ടാണി ഒരുപാട് സങ്കടപ്പെട്ടു. അർദ്ധരാത്രിയായപ്പോൾ ആ ജനലിലൂടെ അകത്തേക്ക് പ്രവേശിച്ചു. ആകാശത്ത് അന്ന് ചന്ദ്രനുണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് വേണ്ടി പട്ടാണി പാടാൻ തുടങ്ങി. ബാങ് ബാങ് ബാങ്, എന്റെ പാട്ടൊന്ന് കേൾക്കൂ. ബാങ് ബാങ് ബാങ്, എന്റെ പാട്ടൊന്ന് കേൾക്കൂ. ആരാ അത്? എന്തോ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. ആരാ അത്? ഇത് ഞാനാ, നിന്റെ ജനലിന് അടുത്ത് തന്നെയുണ്ട്. നിന്നെ കൊണ്ട് സംസാരിക്കാൻ കഴിയോ? സംസാരിക്കുന്ന പട്ടാണിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എന്നെ കൊണ്ട് പാടാൻ പോലും പറ്റും. നിനക്ക് വേണ്ടി പാടിയത് തന്നെ ഞാനാ. അതും മോൻ ഡ്രംസ് വായിച്ചതുകൊണ്ടാ. ചന്ദ്രൻ ഡ്രംസ് വായിച്ചോ? അതേന്നെ, പൗർണമി ദിവസം മോണ് ഡ്രംസ് വായിക്കും. പക്ഷേ ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ. ഒരുപക്ഷേ നീ സ്പെഷ്യൽ പട്ടാണിയായിരിക്കാം. ഈ ലോകത്തെ എല്ലാരും വളരെ സ്പെഷ്യലാണ്. എല്ലാർക്കുള്ളിലും ഒരുതരം മ്യൂസിക് ഉണ്ടാകും. നമ്മളത് ശ്രദ്ധിച്ച് കാതോർത്ത് കേൾക്കണം. നീ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നേ? ചന്ദ്രൻ ഡ്രംസ് വായിക്കുന്നത് ഞാൻ കേട്ടോട്ടെ, അതിന് സാധിക്കോ? ഈ ലോകത്ത് അസാധ്യമായിട്ട് ഒന്നും തന്നെയില്ല. അതേ, സത്യമാണ്. എനിക്കും ഇപ്പോൾ ഡ്രംസിന്റെ ശബ്ദം കേൾക്കാം. എല്ലാ കാര്യങ്ങളും പോസിബിൾ ആണെന്ന് ഞാനല്ലേ പറയുന്നത്. ഇല്ല, ഒരെണ്ണം ബാക്കിയുണ്ട്. അതെനിക്ക് ഒട്ടും പോസിബിൾ അല്ല. എന്താ അത്? എന്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറിക്കിട്ടണം. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഒരു ഗ്രീൻ പീ ആയ എനിക്ക് തന്നെ മാറാൻ പറ്റുമെങ്കിൽ നിനക്ക് പറ്റില്ലേ? നെയ്യം ശ്രമിച്ചാൽ എന്തും സാധിക്കാൻ പറ്റും. പക്ഷെ നീ വേറെ ഒരു പട്ടാണിയല്ലേ, നിനക്ക് എന്തായി മാറാൻ കഴിയും? തീർച്ചയായിട്ടും എനിക്ക് പറ്റും. നീ സ്വയം വിശ്വസിക്കണം, എങ്കിലേ നിനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ. ഞാൻ വേറെ എന്തെങ്കിലുമായി മാറിക്കഴിഞ്ഞാൽ നീ സുഖമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഓക്കേ, തീർച്ചയായും. അടുത്ത ദിവസം രാവിലെ ആ പെൺകുട്ടി ഉണർന്നു. പട്ടാണിയോട് സംസാരിച്ചതെല്ലാം അവൾക്ക് ഓർമ്മ വന്നു. പട്ടാണിക്ക് വേണ്ടി അവൾ കാത്തിരുന്നു. പക്ഷേ അതവിടെ ഇല്ലായിരുന്നു. ഓ, ഇത് ചിലപ്പോ സ്വപ്നമായിരുന്നിരിക്കാം. ഒരു പട്ടാണിക്ക് എങ്ങനെയാ സംസാരിക്കാൻ കഴിയാ? പുറത്തേക്ക് പോയി പുറത്തെ കാഴ്ചകളെല്ലാം കണ്ട് സന്തോഷിച്ചു. പുറത്ത് നല്ല ഭംഗിയുണ്ടല്ലോ. ആ പട്ടാണി പറഞ്ഞതുപോലെ എന്റെ അസുഖം ഭേദമാവുമായിരിക്കാം.
എന്റെ അസുഖം മാറിക്കിട്ടും. ആ ചെറിയ പട്ടാണി തന്റെ വാക്കു പാലിക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ജനലിന് പുറത്ത് കാത്തിരിപ്പുണ്ടായിരുന്നു. തന്റെ ശരീരം മുഴുവനും അഴുക്കാകാൻ വേണ്ടി കാത്തിരുന്നു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം വിന്റർ തുടങ്ങിയതും അതിന്റെ ദേഹത്തുണ്ടായിരുന്ന അഴുക്ക് തണുപ്പിൽ നിന്ന് സംരക്ഷിച്ചു. ഓരോ ദിവസവും തന്റെ ലക്ഷ്യത്തെത്തുവാൻ പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. ഇനിയും കുറച്ചു കാലത്തേക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്റെ ലക്ഷ്യം തീർച്ചയായിട്ടും സഫലമാകും. ഞാൻ ചെയ്ത പ്രോമിസ് നിറവേറ്റാൻ ഞാൻ കുറച്ചുകൂടെ കഷ്ടപ്പെടും. തണുപ്പുകാലം മുഴുവനും പട്ടാണി സ്വയം സംരക്ഷിച്ചു. അതിന് നല്ല വിൽ പവർ ഉണ്ടായിരുന്നു. സീസൺ മാറിയതും ആ ചെറിയ പട്ടാണി മുളയ്ക്കാൻ തുടങ്ങി. അതൊരു പ്ലാന്റായി മാറി. മനോഹരമായ ചെടിയിൽ പൂക്കളും ഉണ്ടായിരുന്നു. ഒരു ദിവസം പെൺകുട്ടിയുടെ അമ്മ മനോഹരമായ ആ പട്ടാണി ചെടി കണ്ടു. ഇങ്ങോട്ട് നോക്കിക്കേ, ഒരു പട്ടാണി മുളച്ചു വന്നോണ്ടിരിക്കുക. ഓ വാവ്, ഇതെങ്ങനെ ഇവിടെ വളർന്നത്? അത് തന്റെ വാക്ക് പാലിച്ചിട്ടുണ്ടാവുമോ? അത് തീർച്ചയായും അതിന്റെ വാക്ക് പാലിച്ചു. എന്താ, ആരാ നിന്റെ അടുത്ത് ഈ സത്യങ്ങളൊക്കെ ചെയ്തു തന്നത്? ആ പട്ടാണിയാണ് അവിടെ കിളിർത്തിരിക്കുന്നത്. എന്റെ അസുഖം മാറുന്ന എനിക്ക് വിശ്വാസമായി. ഒരു പട്ടാണിക്ക് തന്റെ ജീവിതം മാറ്റാൻ കഴിയുമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് മാറ്റാൻ കഴിയില്ല? ഞാൻ സത്യമാണ് മോളെ പറഞ്ഞത്. നിന്റെ അസുഖങ്ങളൊക്കെ മാറി നീ നല്ല കുട്ടിയാകും. ആ പെൺകുട്ടി പട്ടാണി ചെടിയെ നോക്കി ചിരിച്ചു. അവളുടെ അമ്മയും ആ പട്ടാണി ചെടിയോട് ഒരുപാട് നന്ദി പറഞ്ഞു.